أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ നടക്കുന്ന തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ 149ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാം. പവിത്രമായ റമദാനു ഷരീഫിൻ്റെ വളരെയേറെ പുണ്യം നിറഞ്ഞ ദിനരാത്രങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിശുദ്ധ ഖുർആൻ കേൾക്കാനും പഠിക്കാനും കൂടെ ഓതാനുമൊക്കെ വലിയൊരു തൗഫീഖ് തന്നു. കഴിഞ്ഞ വർഷവും തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഒരുപാട് റമദാനുകളിൽ ഖുർആൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ഓതാനുമൊക്കെയുള്ള തൗഫീഖും മഹാഭാഗ്യവും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. റമദാൻ ഓരോ ദിവസങ്ങളിങ്ങനെ നമ്മളോട് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയ ദിവസങ്ങൾ ഇനി നമുക്ക് തിരിച്ചു വരില്ല. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ എങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ നഷ്ടപ്പെട്ട വല്ലതും ഉണ്ടെങ്കിൽ നികത്തി മുന്നോട്ട് പോവാം എന്നതിനെക്കുറിച്ചുള്ള ചിന്ത അതിപ്പോൾ മുതൽ തന്നെ ഉണ്ടാകുന്നത് എനിക്കും നമുക്കും എല്ലാവർക്കും നല്ലതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ എന്ന ദിക്ർ അത് ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട 10 ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. ഈ കഴിഞ്ഞ 1-2 ദിവസങ്ങളിൽ നമ്മൾ എത്ര ചൊല്ലി. ആദ്യത്തെ 10 കഴിഞ്ഞാൽ ദിക്റ് മാറും. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്നായി മാറും. അപ്പോഴേക്ക് അല്ലാഹുമ്മ അർഹംനി എത്ര തവണ നമ്മൾ ചൊല്ലി, എത്ര തവണ ഇനി നമുക്ക് ചൊല്ലാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു കണക്കെടുപ്പും ഒരു വിചാരവും ഒക്കെ നമുക്കെല്ലാവർക്കും ഉണ്ടായാൽ അത് വളരെ നന്നാവും. അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലെങ്കിൽ, കാരുണ്യമില്ലെങ്കിൽ നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ലെന്നല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അവൻ്റെ കാരുണ്യത്തിൽ, അവൻ്റെ റഹ്മത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് അൽ ഹുറൂഫുൽ മുഖത്തഅ എന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഓതുന്നത്, പഠിക്കുന്നത്. നമ്മുടെ തദ്രീബ് കിതാബിൻ്റെ 20ാമത്തെ പാഠം 59ാമത്തെ പേജിൽ വളരെ വിശദമായി പറയുന്നുണ്ട് അൽ ഹുറൂഫുൽ മുഖത്തഅ. നമ്മൾ നേരത്തെ മദ്ദുൽ ലാസിം പറഞ്ഞിരിക്കുകയായിരുന്നു. റമദാനിൻ്റെ തൊട്ട് മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ അൽ മദ്ദുൽ ലാസിം പറയുകയായിരുന്നു. ശരിക്കും ശ്രദ്ധ വേണേ, ഈ ക്ലാസ് നല്ല ശ്രദ്ധ വേണം. അൽ മദ്ദുൽ ലാസിമിൽ ഹർഫിയു പറഞ്ഞു, കെലിമിയു പറഞ്ഞു, മുസഖൽ പറഞ്ഞു, മുഖഫഫ് പറഞ്ഞു, അല്ലേ? ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി മദ്ദുൽ ആരിദ്, അതുപോലെ മദ്ദുല്ലീൻ, ഇതൊക്കെ പറയാൻ ബാക്കിയുണ്ട്. അത് പറയും മുമ്പ് മദ്ദുൽ ലാസിമിലെ ഹർഫിയുമായി ബന്ധപ്പെട്ട ഒന്നാണ് മുസഖൽ, മുഖഫഫ്, ഹർഫി, അൽ ഹുറൂഫുൽ മുഖത്തഅ എന്നത്. അപ്പോൾ അത് പ്രത്യേകമായി തന്നെ നമ്മളൊരു പാഠമായി തന്നെ കൊടുത്ത് വിശാലമായി തന്നെ പഠിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ എല്ലാവരും ശ്രദ്ധിക്കണം, 29 സൂറത്തുകളുടെ തുടക്കത്തിലാണ് അൽ ഹുറൂഫുൽ മുഖത്തഅ ഉള്ളത്. 29 സൂറത്തുകളുടെ തുടക്കത്തിൽ.
അൽ ഹുറൂഫുൽ മുഖത്തഅ എല്ലാവർക്കും അറിയാം. അൽ ഹുറൂഫുൽ മുഖത്തഅയിൽ ഒരക്ഷരമുള്ളതുണ്ട്, രണ്ടെണ്ണം ഉള്ളതുണ്ട്, മൂന്നെണ്ണം ഉള്ളതുണ്ട്, നാലെണ്ണം ഉള്ളതുണ്ട്, അഞ്ചെണ്ണം ഉള്ളതുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ചില ഉദാഹരണങ്ങൾ പരിശോധിക്കാം. സ്ക്രീനിലേക്ക് നോക്കൂ. ഒരു സൂറത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം, നൂൻ. അബ്ദുൽ ലാസിമിൽ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ വിശദീകരിക്കുകയാണ് ആവശ്യമുണ്ട്. നൂൻ ഒരക്ഷരമാണ്, പക്ഷേ അത് ഓതുന്നത് 3 അക്ഷരങ്ങളാണ്. ഒരു ലമ്മുള്ള നു, നീട്ടാനുള്ള വാവ്, ഒരു സുക്കൂനുള്ള നൂൻ. അങ്ങനെയാണ് ഇതിൽ മദ്ദുൽ ലാസിം വരുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് നൂൻ ഇങ്ങനെ 3 അലിഫിൻ്റെ ലെങ്ത്ത് ആണ് ഇത് നീളേണ്ടത്. ഓത്തിൻ്റെ സ്പീഡിനനുസരിച്ചാണേ, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഒരു സൂറത്തിൻ്റെ തുടക്കത്തിൽ അങ്ങനെ കാണാം. ഒരു സൂറത്തിൻ്റെ തുടക്കത്തിൽ കാണാം ഇങ്ങനെ ഖാഫ്, അല്ലേ? ഖാഫ് കാണാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഴുത്തിൽ 1, ഉച്ചാരണത്തിൽ 3. എങ്ങനെ ഓതണം? ഖാഫ്, അല്ലേ? അതെ, മദ്ദുൽ ലാസിം കൊടുത്തോതണം. വേറെ ഒരു സൂറത്തിൻ്റെ തുടക്കത്തിൽ സ്വാദുണ്ട്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? സ്വാദ് കണ്ടിട്ടുണ്ടോ? സ്വാഫാത്തി അതല്ല, വെറും സ്വാദ്. ആർക്കാ ഓർമ്മയുള്ളത്? എന്നാൽ അതിൻ്റെ ബാക്കിയുള്ളത് എന്താണെന്ന്? വൽ ഖുർആനി, യെസ്, കറക്റ്റ്, ദിക്ർ. ഓർമ്മയുണ്ട് അല്ലേ? അപ്പോൾ സ്വാദ് എന്ന് പറഞ്ഞെടുത്തും ഒരക്ഷരാണുള്ളത്. പറയുമ്പോൾ 3 അക്ഷരമാണ്. ഒരു സ്വ, നീട്ടാനുള്ള അലിഫ്, ഒരു സുക്കൂനുള്ള ദാൽ, സ്വാദ്. ഇനി നിങ്ങൾ നോക്കി, 2 അക്ഷരമുള്ളവ. അപ്പോൾ ഒരക്ഷരമുള്ളത് കഴിഞ്ഞു തോന്നുന്നു അല്ലേ? വേറെ ഉണ്ടോ? നിങ്ങളൊന്ന് നോക്കണേ. ഒരക്ഷരമുള്ള നൂൻ, ഖാഫ്, സ്വാദ്. ഇതല്ലാത്ത വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം കേട്ടോ. 2 അക്ഷരമുള്ള നോക്കിയേ, ഹാമീം. എങ്ങനെ? ഹാ ഉണ്ട്, മീമുണ്ട്. എങ്ങനെ ഓതണം? എത്ര അക്ഷരങ്ങളുണ്ട് അതിൽ? നോക്കിയേ, 5 അക്ഷരങ്ങൾ നമ്മൾ ഓതുന്നുണ്ട്. ഒന്ന് ഫത്ഹുള്ള ഒരു ഹ, നീട്ടാനുള്ള ഒരു അലിഫ്, പിന്നെ മീം എന്ന് പറഞ്ഞെടുത്ത് 3 അക്ഷരം. കാഴ്ചയിൽ 2, കേൾവിയിൽ 5, അല്ലേ? ഇവിടെ മീമിലാണ് മദ്ദുൽ ലാസിം ഉള്ളത്. മദ്ദുൽ ലാസിമാണ് നമ്മുടെ ചർച്ച. അതുകൊണ്ടുകൂടെയാണ് ഇതിപ്പോൾ ഇങ്ങോട്ട് കൊടുത്തത്. മീം എന്നതിലാണ് മദ്ദു അൽ ലാസിം ഉള്ളത്. ഹർഫിയാണ്, മുഖഫഫ് ആണ്. നൂൻ, ഖാഫ്, സ്വാദ് ഇതൊക്കെ ഹർഫിയാണ്, മുഖഫഫ് ആണ്. ശദ്ദ് വരുന്നില്ല അതിൽ. അപ്പോൾ ഹാമീം എന്ന് പറഞ്ഞെടുത്തോ, ഫത്ഹുള്ള ഹ, നീട്ടാനുള്ള അലിഫ്, മീമിൽ 3 അക്ഷരവും, ഇങ്ങനെ 5 അക്ഷരം. ഓക്കെ, ഇത് പറയുമ്പോൾ നമുക്ക് ഇതും കൂടെ പറയണമല്ലോ, ചേർത്തി പറയണമല്ലോ. പറയാതെ പോയിട്ട് കാര്യമില്ലല്ലോ. ഒരുപാട് ആളുകൾക്ക് ഭീമമായ വലിയ തെറ്റ് അതിൽ വരുത്തുന്നുണ്ട്. ഹാമീം എന്നതിൽ നിങ്ങൾക്കറിയോ, നമ്മൾ എന്തെല്ലാം അത്ഭുതങ്ങളാണ് കേൾക്കുന്നതെന്നറിയോ? ഹാമീം എന്നുള്ളിടത്ത് ഹാമീൻ എന്ന് ഓതുന്നത് എൻ്റെ കാതുകൊണ്ട് 2 ആഴ്ചക്കുള്ളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. കുറേ പണ്ടേതോ കാലത്ത് അല്ല, ഈ നോമ്പിൻ്റെ ഒരാഴ്ച മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാം നിങ്ങൾ? ഹാമീൻ 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 ഹാമീൻ, ഇങ്ങനെ തന്നെ ഹാമീൻ 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 എന്ന്. ഒന്ന്. രണ്ടാമത്തേത്, ഇവിടെ ചില ആളുകൾക്ക് ഹാമീം അങ്ങനെ ഓതുന്നവരുണ്ട്. ഹാമീം, ഹാനും മീമിനും മദ്ദുൽ ലാസിം കൊടുത്ത് ഓതുന്നവരുണ്ട്. സബഅത്തുൽ ഖുർആനിലുണ്ട് എന്നല്ല പറഞ്ഞേ, നമ്മളെ കൂട്ടത്തിൽ ആളുകളുണ്ട് അങ്ങനെ ഓതുന്നവരുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ ചിലരോ ഹാമീം വൽ കിതാബിൽ മുബീൻ, ഹാമീം ഹാഇന്
മദ് അസ്ലി കൊടുത്തിട്ട് അതേ മദ് അസ്ലി മീമിന് കൊടുത്ത് ഹമീം വൽ കിതാബി. സുബ്ഹാനല്ലാഹ്, എന്താ ഇപ്പോൾ പറയുക? മദ്ദുൽ ലാസിം എന്നൊക്കെ പറഞ്ഞാൽ എത്രയുണ്ട് ഗൗരവം. ഹമീം എന്നു പറഞ്ഞാൽ മീമിനു മദ്ദുൽ ലാസിം വരുകില്ല. ഹമീം ഇങ്ങനെയാവണം, അത് ഹമീം എന്നാവാൻ പാടില്ല. ഹമീം ഹഇനു കൂടുതൽ നീളാനിവിടെ വകുപ്പില്ല. മീമിനു ശദ്ദില്ല ഇതിൽ. ഹമീം ഇങ്ങനെയല്ലാതോത്തില്ല, അങ്ങനെ ഓത്തുള്ളൂ. ഹമീം ഇങ്ങനെ തന്നെ ആവണം. ഓക്കെ, അടുത്തത് യാസീൻ. അതിൻ്റെ കഥ പറയണ്ട അല്ലേ? യാസീൻ വൽ ഖുർആനി, യാസീൻ വൽ ഖുർആനി. എത്ര ആളുകൾ തദ്രീബ് കുടുംബത്തിലെ ഓരോരുത്തരും ചിന്തിക്കണം. അങ്ങനെ ഓതുന്ന 10 ആളുകളെ നിങ്ങൾ കണ്ടെത്തണം, ചുരുങ്ങിയത് 10 ആളുകളെ. യാസീൻ വൽ ഖുർആനിൽ ഹക്കീം ഇങ്ങനെ ഓതുന്ന ആളുകളെ നിങ്ങൾ കണ്ടെത്തിയിട്ട് മാന്യമായി അവരോട് ഉപദേശിക്കണം. നിങ്ങൾ സൗമ്യമായി വളരെ പക്വമായി പറഞ്ഞു കൊടുക്കണം. മോളെ, മോനെ, അങ്ങനെ ഓതല്ല, ഇത് ഖുർആനാണ്. സീനിൽ മദ്ദുൽ ലാസിമുണ്ട്, യാക്ക് മദ് അസ്ലി ഉള്ളൂ. അതുകൊണ്ട് യാസീൻ വൽ ഖുർആനിൽ ഹക്കീം, അങ്ങനെയല്ലാതെ യാസീൻ വൽ ഖുർആനിൽ ഹക്കീം ഇല്ലട്ടോ എന്ന് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ. ഈ വിശുദ്ധ റമദാനിൽ എന്തുകൊണ്ട് നമുക്കത് തിരുത്തി കൊടുത്തുകൂടാ? നമ്മളെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട്, ആ വൃത്തത്തിനുള്ളിലുണ്ട്. ഇല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾ തിരുത്തിയിട്ടില്ലെങ്കിൽ അവർക്ക് ഇനി ആര് തിരുത്തി കൊടുക്കും? അത് മാത്രം ചിന്തിച്ചാൽ മതി. അങ്ങനെ ഓതുന്ന സ്വന്തക്കാർ നമ്മുടെ വീട്ടിലും അകത്തും നമ്മുടെ ചുറ്റുപാടും ഉണ്ടായിരിക്കെ അവർക്ക് ഇതറിയുന്ന പഠിച്ച നമ്മൾ, അതും ഈ റമദാനിൽ നമ്മൾ തിരുത്തി കൊടുത്തിട്ടില്ലെങ്കിൽ ഇനി ആര് തിരുത്തി കൊടുക്കും? നിങ്ങൾ പറയാം. അതുകൊണ്ട് ഈ റമദാനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു 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 ഹദിയയാണ്, ഒരു ഗിഫ്റ്റാണ്, നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സുവർണാവസരമാണ്. എന്ത്? ഇങ്ങനെയുള്ള കുറവുകളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി മാന്യമായി ഉപദേശിച്ച് തിരുത്തി കൊടുക്കുക. നിങ്ങൾ ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ്. അടുത്തത് ഓക്കെ, ത്വാഹ. എങ്ങനെ? ത്വാഹ. ഇത് ഓരോന്നും നിങ്ങൾ ഓതണം, ഓതി ശരിയാക്കി കൊടുക്കണം. ത്വാഹ. ഇങ്ങനെ ഓതിയ ആളുകളെ ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, കാതുകൊണ്ട് അവരെ ഓതി കേട്ടിട്ടുണ്ട്. ത്വാഹ. എന്താ ചെയ്യുക? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അത് രണ്ടിലും അത് അസ്ലി മാത്രം അല്ലേ? 2 അക്ഷരമുള്ളത് മറ്റൊന്നാണ് തോസീൻ. യാസീൻ പറഞ്ഞതുപോലെ തോസീൻ. തോ മദ് അസ്ലി, പിന്നെയോ സീനിൽ മദ്ദുൽ ലാസിം. തോസീൻ. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കണം. ഇനി 3 അക്ഷരമുള്ളത് നോക്കി. 3 അക്ഷരമുള്ളത് അലിഫ് ലാം മീം. കാണാൻ 3 എണ്ണം അല്ലേ? പറച്ചിലോ 9 എണ്ണം. സ്ക്രീനിൽ നോക്കിയേ. അലിഫ് ലാം മീം അല്ലേ? 9 എണ്ണം. ലാമിലും മീമിലും മദ്ദുൽ ലാസിം. ലാം എന്ന മീമിനെ മീം എന്ന മീമിലേക്ക് ഇദ്ഗാം ചെയ്ത്. മനസ്സിലായല്ലോ? മദ്ദുൽ ലാസിം കേട്ടാൽ മനസ്സിലാക്കിയ ആളുകൾക്ക് വേഗം മനസ്സിലാവും. ലാം എന്നതിലുള്ള മീമിനെ മീം എന്നതിലെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത്. അങ്ങനെ തന്നെ ലാമിനും മീമിനും മദ്ദുൽ ലാസിം നൽകിക്കൊണ്ട് അലിഫ് ലാം മീം. ലാമിലെ മീമിനെ മീമിലെ മീമിൽ ഇദ്ഗാം ചെയ്ത് അലിഫ് ലാം മീം.
മനസ്സിലായില്ലേ? എത്ര സിമ്പിളായിട്ടില്ലേ? അങ്ങനെ മാത്രമേ ഓതാവൂ. അലിഫ് ലാം മീം. അടുത്ത് നോക്കിയേ, അലിഫ് ലാം റാ. നോക്കിയേ, അലിഫ് മദ്ദില്ല, അതിൽ ലാമിൽ മദ്ദുൽ ലാസിം, റാ മദ് അസ്ലി അല്ലേ? ശരിയല്ലേ? അലിഫ് ലാം റാ. ഓക്കെ, അങ്ങനെ മൂന്നെണ്ണം ഉള്ള. അടുത്ത് നോക്കി, തോസീം മീം. തോ മദ് അസ്ലി, സീനിലും മീമിലും മദ് ലാസിം, 3 വീതം അലിഫുകളുടെ ലെങ്ത്. അവിടെ ശ്രദ്ധിക്കാണ്ട് നോക്കിയേ, സ്ക്രീനിൽ കാണുന്നില്ലേ? തോ കഴിഞ്ഞിട്ട് സീനിലെ സീൻ എന്ന നൂനിനെ മീം എന്ന മീമിലേക്ക് ഇദ്ഗാം ചെയ്തിട്ട്, ഇദ്ഗാം ബിഗുന്ന, തോസീം മീം. ഓക്കെ, അങ്ങനെ തന്നെ വേണം. 3 അക്ഷരമുള്ളത് കഴിഞ്ഞു അല്ലേ? വേറെ ഉണ്ടോ? 4 അക്ഷരമുള്ളത്, അലിഫ് ലാം മീം റാ. അലിഫ് മദ്ദില്ല, ലാമിലും മീമിലും മദ്ദുൽ ലാസിം, മുസഖൽ, റാ മദ് അസ്ലി. എങ്ങനെയുണ്ട്? അലിഫ് ലാം മീം റാ. അലമാറ എന്നൊന്നും ഓതരുതിട്ടാ. അങ്ങനെ ഓതിയ ആൾക്കാരൊക്കെ ഉണ്ട്, അലമാറ എന്നൊക്കെ. എന്താ ചെയ്യുക? എങ്ങനെ വേണം? അലിഫ് ലാം മീം റാ. അടുത്തതോ 4 അക്ഷരമുള്ളത് നോക്കിയേ, അലിഫ് ലാം മീം സ്വാദ്. അലിഫ് മദ്ദില്ല, ലാം മീം സ്വാദ്, 3 മദ്ദുൽ ലാസിമുകൾ. എല്ലാം ഒരുപോലെ ആവണം അല്ലേ? ലാം എന്ന മീം എന്ന മീയിലേക്ക് ഇദ്ഗാം, മീം എന്ന സ്വാദ് എന്ന സ്വാദുമായിട്ട് ഇൽഹാർ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഏത് സൂറത്തിൻ്റെ തുടക്കത്തിലാണിത്? ഏതാണ്? അതേ, സൂറത്തുൽ അഅറാഫ് തുടങ്ങുന്നെങ്ങനെയെന്നത് കേട്ടോളി. സൂക്ഷ്മതയിൽ അലിഫ് ലാം മീം സ്വാദ് എന്നിങ്ങനെ ഓതി പഠിച്ചോളീൻ. ലാമിനും മീമിനും സ്വാദിനും മദ്ദുൽ ലാസിം അതുണ്ട് മറക്കണ്ട. ലാമിലെ മീമിനെ മീമിലെ മീമിൽ ഇദ്ഗാമുണ്ട് മടിക്കണ്ട. അല്ലേ? പാട്ടുകളൊക്കെ ഒന്ന് പാടി പഠിക്കുങ്ങളേ. ഇത് അലിഫ് ലാം മീം സ്വാദ് എന്താ ഓത്ത്? സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഓതുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിനോ? അലിഫ് ലാം മീം സ്വാദ്. അവർക്കൊക്കെ ഒന്ന് മട്ടം പോലെ വൃത്തിയിലൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കി. എന്നിട്ട് അവർക്കൊരു പാട്ടും പാടി കൊടുക്കൂ. എങ്ങനെ? ലാമിനും മീമിനും സ്വാദിനും മദ്ദുൽ ലാസിം അതുണ്ട് മറക്കണ്ട. ലാമിലെ മീമിനെ മീമിലെ മീമിൽ ഇദ്ഗാമുണ്ട് മടിക്കണ്ട. അല്ലേ? അപ്പോൾ അവർക്ക് വേഗം മനസ്സിലാവും. ഓക്കെ, 4 അക്ഷരമുള്ളത്. 5 അക്ഷരമുള്ളതോ നോക്കിയേ സ്ക്രീനിൽ. കാഫ് ഹാ യാ ഐൻ സ്വാദ്. അല്ലേ? എത്ര എണ്ണുണ്ട് അക്ഷരങ്ങൾ? നിങ്ങൾ എണ്ണി നോക്കി പറഞ്ഞേ. 1 2 3 4 5 6 7 8 9 10 11 12 13 13 ഞാൻ കണ്ടേ. നിങ്ങൾ എത്ര എണ്ണം കണ്ടു? അതെ, അങ്ങനെ തന്നെ. ഇത് നോക്കിയേ, കാഫ് മദ്ദുൽ ലാസിം ഉണ്ട്. ഹാ യാ മദ് അസ്ലിയേ ഉള്ളൂ, കാരണം മദ്ദക്ഷരത്തിന് ശേഷം ഹംസൂല സുക്കൂനും ഇല്ല. ഐൻ ലീൻ അക്ഷരത്തിന് ശേഷം സ്ഥിരം സുക്കൂനുണ്ട്, മദ്ദുൽ ലാസിം വന്ന്.
സ്വാദ് മദ്രസത്തിന് ശേഷം സുക്കൂൻ വന്ന് കലിമി മുഖഫഫ് ഷദ്ദുകൾ ഇവിടെ എവിടെയും വരുന്നില്ല. അതുകൊണ്ട് മറിയം സൂറത്തിൻ്റെ തുടക്കം ശ്രദ്ധിച്ചോതു സോദരരെ, മദ്ദുകളേതാണവയുടെ ഖദറുകൾ എത്ര ഓർക്കൂ സ്നേഹിതരെ. കാഫിലും ഐനിലും സ്വാദിലും മദ്ദുൽ ലാസിം വേണം നീട്ടിടണേ, ഹായിലും യായിലും മദ്ദുൽ അസ്ലി മാത്രം മതി എന്നോർത്തിടണേ. ഐനിലെ നൂനിനെ സ്വാദിലെ സായിൽ ഇഖ്ഫാ ചെയ്യ് മറക്കരുതേ. എല്ലാം ശ്രദ്ധിച്ചിത ഞാൻ ഈ ഓതുന്നത് നന്നായി കേട്ടിടണേ. കാഫ് ഹാ യാ ഐൻ സ്വാദ്. ഇതിങ്ങനെയല്ലാതോതരുതേ, ഖുർആനാണ് കലാമുല്ലാഹി, ഗൗരവമോർത്തൊന്നോതിടണേ. നല്ലോണം ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. എന്താ ചില ആളുകൾ ഓത്ത് സുബ്ഹാനല്ലാഹ്. 5 അക്ഷരമുള്ള ഒന്നുകൂടെ അതേതാണ്? അത് വേണമെങ്കിൽ 5 അക്ഷരമുള്ളത് എന്ന രൂപത്തിൽ ഹാമീം, അത് കൂടിയിട്ട് ഖാഫ്, അങ്ങനെ 5 ആക്കാം. അല്ലെങ്കിൽ 3ന്റെ കൂട്ടത്തിൽ ഹാമീം സെപ്പറേറ്റ് 2 എണ്ണിയിട്ട് ഐൻ സീൻ ഖാഫ് എന്നതിനെ 3ന്റെ ഗണത്തിൽ ഇങ്ങനെയും പെടുത്താം. എങ്ങനെ പെടുത്തണ്ടേ? അങ്ങനെ പെടുത്താം. ഇവിടെയും അങ്ങനെ തന്നെ. ഐൻ എന്ന നൂനിനെ സീനിലെ ഇഖ്ഫാ, സീനിലോ ഖാഫിലേക്കും ഇഖ്ഫാ. ഐനും സീനും ഖാഫും ശ്രദ്ധിച്ചോതിടണേ, ഇത് ഖുർആന. ഐൻ സീൻ ഖാഫ് എന്നിങ്ങനെ ഓതി നടക്കുന്നവനോ ഖർബാന. ഐൻ സീൻ ഖാഫ് എന്നിങ്ങനെയാവണമെന്നതു തിബിയാന. അഹ്കാമുകൾ ഒഴിവാക്കിക്കൊണ്ടൊരു ഖുർആനില്ല ഇഖ്വാന. ശ്രദ്ധിക്കണം. അതുകൊണ്ട് അൽ ഹുറൂഫുൽ മുഖത്തഅഹ് ശരിക്കും ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചോദണം. തെറ്റുകളൊന്നും വരാൻ പാടില്ല, ഒരു കുറ്റം ഉണ്ടാവാൻ പാടില്ല, ഒരു കുറവുണ്ടാവാൻ പാടില്ല. നമുക്ക് ചെറിയൊരു വർക്ക് അത് തരാം. അതിൻ്റെ മുമ്പ് നിങ്ങൾ നോക്കി, 29 സൂറത്തുകൾ എല്ലാവരും ശ്രദ്ധിക്കണുണ്ടോ? 29 സൂറത്തുകളുടെ തുടക്കത്തിലാണ് ഇത് ഉള്ളത്. ഇതിപ്പോൾ നമ്മൾ എണ്ണി അലിഫ് ലാം മീം ഒന്നേ എണ്ണിയിട്ടുള്ളൂ. അൽ ബഖറ അലിഫ് ലാം മീം ആണ്. ആൽ ഇമ്രാൻ അലിഫ് ലാം മീം ആണ്. അങ്ങനെയാണ് ഇത് ടോട്ടൽ 29 വരുന്നത് അല്ലേ? ഇതിൽ മൊത്തം വന്നത് 14 ഹർഫുകളാണ്. അലിഫ് വന്നിട്ടുണ്ട് അല്ലേ, ലാം വന്നിട്ടുണ്ട്, മീം വന്നിട്ടുണ്ട്, ത്വാഹയിലെ ത്വാ വന്നിട്ടുണ്ട്, ഹാ വന്നിട്ടുണ്ട്, കാഫ് ഹാ യാ ഐൻ സാദിലെ കാഫ് വന്നിട്ടുണ്ട്. ഹാ നമ്മൾ എണ്ണി, ത്വാഹയിൽ എണ്ണി. യാസീനിൽ യാ വന്നിട്ടുണ്ട്. ഐൻ ഇവിടെയും വന്നിട്ടുണ്ട്, ഐൻ സീൻ ഖാഫ് അവിടെയും വന്നിട്ടുണ്ട്. സ്വാദ് കാഫ് ഹാ യാ ഐൻ സ്വാദിലും വന്നിട്ടുണ്ട്, അതേപോലെ അലിഫ് ലാം മീം സ്വാദിലും വന്നിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ ടോട്ടൽ 14 ഹർഫുകൾ. അത് ചേർത്തി പറയും എങ്ങനെയാ? നസ്സു ഹക്കീമിൻ ലഹു സിറുൻ ഖാതിഉൻ. എണ്ണി നോക്കിയേ, 14 ഉണ്ടാവും. സ്ക്രീനിൽ കാണുന്നില്ലേ? എണ്ണി നോക്കി, 14 ഉണ്ടാവും. ശ്രദ്ധിക്കുക, ഇതിൽ 8 അക്ഷരങ്ങളെയാണ് മദ്ദുൽ ലാസിം വന്നിട്ടുള്ളത്. നഖസ അസലുക്കും, നഖസ അസലുക്കും, നഖസ അസലുക്കും. അത് വേർഡ് എന്താണെന്നറിയോ? ഹുറൂഫുൽ മുഖത്തഅയിൽ മദ്ദുൽ ലാസിം വന്ന 8 അക്ഷരങ്ങളെ കൊണ്ടൊരു സെൻറ്റൻസ് ഉണ്ടാക്കിയതാ, ഒരു കലാം. നൂനിലുണ്ട്, ഖാഫിലുണ്ട്, സാദിലുണ്ട്, ഐനിലുണ്ട്, സീനിലുണ്ട്. മനസ്സിലായില്ലേ? ഇങ്ങനെ 8 എണ്ണത്തിൽ മദ്ദുൽ ലാസിം വന്നു, 5 എണ്ണത്തിൽ മദ്ദ് അസ്ലി വന്നു. അതാണ് ഹയ്യുൻ ത്വഹർ എന്ന് പറഞ്ഞ 8 5 13. പിന്നെ ബാക്കി ഒരു അക്ഷരമുണ്ട്, അത് അലിഫ് ആണ്. അത് മദ്ദില്ല, അതിൽ അസ്ലി ഇല്ല. അലിഫ് ലാം മീം എന്നല്ലേ ഓതിയത്? മനസ്സിലായോ? മിക്കവാറും ഈ ക്ലാസ് 2 വട്ടം കേൾക്കേണ്ടി വരും അല്ലേ? എന്നാലേ ഒന്ന്
ക്ലിയർ ആയിട്ടുണ്ട്. ഒരു ക്ലിയർ ആവണ്ടേ, ക്ലിയർ അതിന് വേണ്ടി. ഇനി നോമ്പാണ്, ഒരു ഒഴിഞ്ഞ് കിട്ടുന്നൊരു സമയത്ത് ഒന്ന് എണ്ണി നോക്കുക. 29 സൂറത്തുകൾ. അലിഫ് ലാം മീം എത്ര സൂറത്തിൻ്റെ തുടക്കത്തിലുണ്ട്? ഹാമീം എത്ര സൂറത്തുകളുടെ തുടക്കത്തിലാണ് ഹാമീം ഉള്ളത്? അലിഫ് ലാം റാ എത്ര സൂറത്തുകളുണ്ട്? ഒക്കെ ഒന്ന് എണ്ണി നോക്കുക. എന്നിട്ട് 14 ഹർഫുകളാണ് ഇതിൽ വന്നത് എങ്കിലും ടോട്ടൽ എണ്ണി നോക്കുമ്പോൾ എത്ര അലിഫുകളുണ്ട്, എത്ര ലാമുകളുണ്ട്, എത്ര മീമുകളുണ്ട്, എത്ര ഹാകളുണ്ട് അല്ലേ? 7 സൂറത്തുകളുടെ തുടക്കത്തിലാണ് ഹാമീം ഉള്ളതെങ്കിൽ 7 ഹാ വന്നില്ലേ? ഇങ്ങനെ മൊത്തം എണ്ണി നോക്കിയാൽ മൊത്തത്തിൽ എത്ര അക്ഷരങ്ങൾ കിട്ടും? അതിൽ ഏറ്റവും കൂടുതൽ വന്നത് ഏതാണ്? ഇതൊക്കെ ഒരു പഠനം. ഒരു 15 മിനിറ്റ് നമുക്ക് ഖുർആന് വേണ്ടി ഇരിക്കുക. വേണമെങ്കിൽ കൂടെ നമ്മുടെ മക്കളെയോ പേരക്കുട്ടികളെയോ ആരെയാണോ കിട്ടുന്നത് അടുത്തൊരാളെ ഇരുത്തുക. അവരും നമ്മളും കൂടി ജമാഅത്തായിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഖുർആനെക്കുറിച്ച് ഒരു അടിപൊളി ഇൽമ് അല്ലേ, ഒരു അറിവ് നമുക്ക് നേടിയെടുക്കാം, സമ്പാദിക്കാം ഈ വിശുദ്ധ ഖുർആനിൽ. സൂപ്പറാവും മാഷാ അല്ലാഹ്. അതുകൊണ്ട് ഇന്നിവിടെ അവസാനിപ്പിക്കാം നമുക്ക് ക്ലാസ്. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അൽ ഹുറൂഫുൽ മുഖത്തഅ എങ്ങനെ ഓതണമെന്നും അതിലുള്ള ഹർഫുകൾ എങ്ങനെയെന്നും മദ്ദുൽ ലാസിം വന്നത് എങ്ങനെയെന്നും ഒക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. നന്നായി ശ്രദ്ധിക്കുക. വീണ്ടും വീണ്ടും വേണമെങ്കിൽ കേൾക്കുക. നമുക്ക് ഏറ്റവും പരിചയമുള്ള അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ആളുകളുമായിട്ട് യാസീൻ വൽ ഖുർആനിയൊക്കെ ഒന്ന് തിരുത്തുക, ഒക്കെ ഒന്ന് ശരിയാക്കുക, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ഒക്കെ ഒന്ന് ഒഴിവാക്കുക, എന്നിട്ട് ഒന്ന് ക്ലിയറാക്കുക. ഇങ്ങനെ ഈ റമദാനിൽ ഖുർആനിന് വേണ്ടി ഒരു 10 മിനിറ്റ് സമയം മാറ്റി വെക്കുക. നമുക്ക് 10 മിനിറ്റ്, വെറും 10 മിനിറ്റ് പോട്ടെ, 5 മിനിറ്റ് നമ്മൾ ക്ലാസ്സിൽ കേൾക്കുന്ന ഇത്തരം അറിവുകൾ നമുക്ക് ബന്ധപ്പെട്ടവർക്ക് ഒന്ന് അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. പടച്ചവനെ, നിൻ്റെ കലാമിനെ മഹബത്ത് വെച്ച് ഞങ്ങൾ ഈ പറയുന്നതും കേൾക്കുന്നതും എഴുതുന്നതും ചിന്തിക്കുന്നതും എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ ആഖിറത്തിൽ ഒരു വലിയ സമ്പാദ്യമായി ഇത് ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാഹ്. ദുനിയാവിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാണ് ഞങ്ങൾ. അതൊക്കെ ഒഴിവായി കിട്ടാൻ, റാഹത്തും സന്തോഷവും സമാധാനവും കിട്ടാൻ കാരണമാകുന്ന ഒരു ഇരുത്തമായി ഈ തദ്രീബിൻ്റെ ഇരുത്തം നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹ് അല്ലാഹ് പടച്ചവനെ, എല്ലാ ഷെറുകളിൽ നിന്നും കാത്തുരക്ഷിക്കും റബ്ബേ. ഹാസിദീങ്ങളെ ഹസദ് വല്ലാത്ത ഹസദാണ്. പടച്ചവനെ, നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. സാഹിരിങ്ങളെ സിഹർ അല്ലാഹുവേ നീ കാക്കണേ അല്ലാഹ്. ആയിനിങ്ങളെ ഐൻ പടച്ചവനെ നീ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണേ അല്ലാഹ്. എല്ലാ ഷെറുകളിൽ നിന്നും ബല മുസീബത്ത് ആഫത്തുകൾ എല്ലാം നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ പ്രായമുള്ള ഉമ്മമാരും ഉപ്പമാരും ബന്ധപ്പെട്ടവരുണ്ട്, അവർക്കൊക്കെ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. പരിശുദ്ധ റമദാനിലാണ് ഞങ്ങളുള്ളത് അള്ളാഹുവേ. ഈ റമദാനിൻ്റെ ഹക്ക് കൊണ്ട് അവർക്കൊക്കെ നല്ല ആഫിയത്ത് കൊടുത്ത് അള്ളാഹുവേ അവരെയും ഞങ്ങളെയൊക്കെ നിൻ്റെ പൊരുത്തത്തിലായി ജീവിപ്പിക്കണേ അല്ലാഹ്. ഖുർആനിന് ഒരുപാട് ഖിദ്മകൾ ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ബന്ധപ്പെട്ട ആളുകളിലേക്ക് ഞങ്ങൾ പഠിച്ച ഇൽമ് പരമാവധി ഷെയർ ചെയ്യാനും അറിയിച്ചു കൊടുക്കാനും അതൊക്കെ അവരിങ്ങനെ തെറ്റിതിരുത്തി ഓതുന്നത് കാണാനുള്ളൊരു തൗഫീഖ് അല്ലാഹു ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അല്ലാഹ് അല്ലാഹ് വിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ സാധുക്കളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا ومن لنا من الديون والذنوب والمظالم والنار. اللهم ارحمنا يا أرحم الراحمين. اللهم ارحمنا يا أرحم الراحمين. اللهم ارحمنا يا أرحم الراحمين برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته. صلاة الله سلام الله عليك يا رسول الله. صلاة الله سلام الله عليك يا حبيب الله. توسلنا ببسم الله وبالغادي رسول الله وكل مجاهد لله وأهل البدر يا الله.
إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة